എൻ്റെ അമ്മയും നിങ്ങളുടെ അമ്മയും എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങനെ നോക്കും, ഇങ്ങനെ നോക്കും. എല്ലാവരും പവർ പോസ്, ഗ്യാപ്പ് നമുക്ക് അങ്ങോട്ട് ഫീൽ ചെയ്യും. ലോകം നിന്റെ കഴിവ് സംശയിക്കുന്നത് എനിക്കറിയാം. നിന്റെ ഉള്ളിലുള്ള സംശയമുണ്ട്. ലോകം നിന്നെ സംശയിക്കുന്നത് നീ വിചാരിക്കുന്നുണ്ട്. പക്ഷേ നീ അത് തെളിയിക്കണം ലോകത്തിന് മുന്നിൽ. നീ ആൺകുട്ടിയാണ് തെളിയിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് രോഗം കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. അതിനെന്താ വഴി? അപ്പം പറഞ്ഞു, ഉസ്താദ് ഒരു കാര്യം ചെയ്യും, ഉസ്താദ് ചെയ്യുകയാണ് എന്നെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഞാനും ചെയ്യാം. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഉസ്താദ് അയാൾക്ക് രോഗമൊന്നുമില്ലല്ലോ. അങ്ങനെ ഉസ്താദ് പറഞ്ഞു ശരി, അവന് വേണ്ടി സമ്മതിച്ചു. അല്ലെങ്കിൽ ഇത് അറിയാൻ പറ്റില്ല. അവരെ സംബന്ധിച്ചു ഇവന് രോഗമുണ്ടോ എന്ന് അറിയണം. കൺഫേം ആണ് കേട്ടോ. സംശയം തീർത്താൽ മാത്രം മതി. അപ്പം അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഉസ്താദും ഇയാളും കൂടെ നിന്നു കൊടുത്തു. ഉസ്താദ് പറഞ്ഞത് ഇത്രയും ടെൻഷൻ ഉണ്ടാക്കിയ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. മറ്റൊരാൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. അത് നല്ലൊരു പുരോഹിതൻ കൂടിയാണ്. അതുകൊണ്ട് അദ്ദേഹം അത് ചെയ്തു. റിസൾട്ട് വന്നു. ആ പയ്യന് ക്യാൻസർ ഇല്ല എന്ന് റിസൾട്ട് വന്നു. പക്ഷേ ഉസ്താദിന്റെ പരിശോധനയിൽ ഉസ്താദിന് അന്നനാള ക്യാൻസറിന്റെ തുടക്കമായി. ഡേവിഡ് ക്ലിസ്മോറിന്റെ മാനിപ്പുലേഷൻ ടെക്നിക്സ് 101 മാനിപ്പുലേഷൻ ടെക്നിക്സിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ദിസ് വീഡിയോ ഇസ് പവർഡ് ബൈ മൈജി ഫ്യൂച്ചർ. 92ാമത്തെ മാനിപ്പുലേഷൻ ടെക്നിക്സ് സൈലൻസ് ഗ്യാപ്പ് എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിക്കുക. സാങ്കേതികത എന്നല്ലാതെ പറയുക സൈലൻസ് ഗ്യാപ്പ്. എന്താണ്? നിശബ്ദമായ ഒരു വിടവ്, ഒരു ഗ്യാപ്പ്. എങ്ങനെയാ? ഒരു കാര്യം പറഞ്ഞ ശേഷം ഒരു ചെറിയ നിമിഷം നിശബ്ദത പാലിക്കുക. പോസ് ചെയ്യുക. ഒന്ന് പോസ് ചെയ്യുക. പവർ ഓഫ് പോസ്, പവർ പോസ് എന്ന പേരിലൊക്കെ പവർ പോസ് എന്ന് ഭയങ്കര ഗംഭീരമായിട്ടോ, അതിഗംഭീരമായിട്ടുള്ള ഒരു സംഗതിയാണ് പവർ പോസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊരു കാര്യം പറഞ്ഞിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നീ അങ്ങ് കേട്ടാൽ മതി കേട്ടോ. ഒരു നോട്ടമാണ്, കണ്ണിൽ ഒരു പോസാണ്, കണ്ണിങ്ങനെ ജ്വലിക്കുകയാണ്. ഒരു പേടിച്ചു. ഓ, ഇമോഷൻ ഇപ്പം ഒരു ഒരു സങ്കടകരമായിട്ട് ഇമോഷൻ ആണെങ്കിൽ പോലും അവിടെ നിന്ന് നമ്മൾ നിർത്തിക്കഴിഞ്ഞാൽ അത് ഭീകരമായിട്ടൊരു ഇഫക്റ്റ് ഉണ്ടാക്കത്തില്ല. ആ പോസ്, ആ നിശബ്ദതയ്ക്ക് വലിയ സ്ഥാനമാണ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നമ്മളെ അബ്ദുൽ സമദാനി സംസാരിക്കുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി സമദാനിയെ കേട്ടിട്ടില്ലേ? അബ്ദുൽ സമദാനി, നമ്മുടെ തൊപ്പിയൊക്കെ വെച്ചിട്ടുള്ള രാഷ്ട്രീയ എം പി. അപ്പൊ അതായത് വലിയ പ്രാസംഗികനല്ലേ? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ എൻ്റെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സുഹൃത്തുക്കളെ, ഇങ്ങനെയൊക്കെ ഇന്ന കാര്യങ്ങൾ ഈ മോഹൻലാലിന്റെ മുന്നിൽ വെച്ചിട്ട് അമ്മയെക്കുറിച്ച് സംസാരിച്ചു, അമ്മമാരെ കുറിച്ച് സംസാരിച്ചത് എൻ്റെ അമ്മയും നിങ്ങളുടെ അമ്മയും എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങനെ നോക്കും, ഇങ്ങനെ നോക്കും. എല്ലാവരും പവർ പോസ്, ഗ്യാപ്പ് നമുക്ക് അങ്ങോട്ട് ഫീൽ ചെയ്യും. നമ്മൾ ആ വൈകാരിക ഭാവം അത്രയും ശക്തമായി നമ്മളിലേക്ക് അങ്ങ് ഒഴുകിയെത്തും. അതാണ് പവർ പോസ്. ആ നിശബ്ദത, ഇത് അവർക്ക് ചിന്തിക്കാനും തീരുമാനമെടുക്കാനും അവസരം കിട്ടും. ഈ പവർ പോസ് ചെയ്യുമ്പോൾ കേട്ടോണ്ടിരിക്കുന്ന നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള അവസരം കിട്ടും. ഓ, ഇത് എൻ്റെയും കഥയാണ്, ഞാനും ഈ അവസ്ഥയിലാണല്ലോ, ഒന്ന് ചിന്തിക്കാം. മറ്റേ ചിന്തിക്കാൻ അവസരം കിട്ടില്ല. അടിച്ചു വിട്ടിട്ട് ഇങ്ങനെ പടക്കം പൊട്ടുന്ന പോലെ പോയിക്കൊണ്ടിരിക്കുക. അതിന് പകരം ചിന്തിക്കാനുള്ള അവസരം കിട്ടും. ഇരുത്തി ചിന്തിപ്പിക്കുകയാണ്, ഇരുത്തി നോട്ടം. ഒന്ന് ഇരുത്തി നോക്കി എന്ന് പറഞ്ഞാൽ കേട്ടില്ലേ? അതിനൊക്കെ അർത്ഥം ഇതാണ്. അപ്പോ ഇത് എന്താണ് ചിന്ത? നിശബ്ദത ചിലപ്പോൾ സമ്മതത്തിന്റെ തുടക്കമാണ്. അവൾ പറയുന്ന കാര്യം അവരൊരു ആ കാര്യം സത്യമാണെന്ന് വിശ്വസിക്കും. സമ്മതത്തിന്റെ തുടക്കമാവാം നിശബ്ദത. അവിടെയാണ് അതിന് സൈക്കോളജിക്കൽ തലം കിടക്കുന്നത്. 93ാമത്തെ മാനിപ്പുലേഷൻ ടെക്നിക്സ് പ്രതിസന്ധിയെ അവസരമാക്കി മാറ്റാൻ അവരെ സഹായിക്കുക. ഒരു പ്രതിസന്ധി ഉണ്ടാവുമ്പോൾ അതിനെ ഒരു വളർച്ചയ്ക്കുള്ള അവസരമായി അവതരിപ്പിക്കുക. ഇതൊരു പുതിയ കാര്യം പഠിക്കാനുള്ള ഒരു അവസരമായിട്ട് നീ കാണുക എന്ന് പറയുന്ന ആളുകളെ പ്രചോദിപ്പിക്കും. ഞാൻ 2-3 ദിവസം മുമ്പ് എൻ്റെ ഭാര്യയോട് പറഞ്ഞു, എടി നീ നല്ലോണം പ്രാർത്ഥിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അപ്പം എന്നോട് നോക്കിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് കറക്റ്റ് എന്നോട്. അവൾക്ക് എന്നെ അർത്ഥം മനസ്സിലായി. അപ്പം എന്താ കാരണം? അപ്പോൾ കേട്ട് വന്ന എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ചു, എന്താ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്ക് എന്ന് പറയുന്നത്? പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴാണ് നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ അറിയുന്നത്. നമുക്ക് അറിയേണ്ട പല കാര്യങ്ങളും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് പൊങ്ങി വരുന്നത്. നമുക്കൊരു ശരീരത്തിന് കാലിലോ കയ്യിലോ അല്ലെങ്കിൽ മുട്ടിനോ നെറ്റിയിലോ ഉള്ളിലോ വയറിലോ എവിടെയോ ഒരു വേദന വന്നതിന്റെ പേരിൽ പോയി പരിശോധിക്കുമ്പോഴായിരിക്കും നമുക്ക് രോഗമുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ ഇടവലക്കാട് പിന്നെ ഒരു മഹലില് ഉണ്ടായിരുന്ന ഒരു ഉസ്താദുണ്ട്. ഉസ്താദ് മലേരി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. നല്ലൊരു മനുഷ്യൻ, സ്നേഹസമ്പന്നനായിട്ടുള്ള ആള്. കൊല്ലംകാരനാണ് അദ്ദേഹം. വളരെ രസകരം. റോബിൻ സാറേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നൊക്കെ ചോദിച്ചു ഭയങ്കര രസമായിട്ട് ചോദിക്കുന്നതാണ്. മൽഹരി ഉസ്താദ് എന്നോട് ഒരു അനുഭവം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടി, കൂട്ടുകാരാണ്, ഇളയാളാണ്, അവന് ക്യാൻസർ, അന്നനാള ക്യാൻസർ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു പരിശോധനയ്ക്ക് വേണ്ടി പോകണം. അപ്പോൾ ഈ ക്യാൻസറിന്റെ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് ഒരു ലിക്വിഡ് ഫോം കഴിക്കുമല്ലോ ഈ ടെസ്റ്റിന് വേണ്ടിയിട്ട്. കഴുത്തോളം ഈ കണ്ട ഇവിടെ നിന്ന് അവരെ നിറച്ചിട്ട് ഇങ്ങനെ വെക്കും.
ഭയങ്കര വിഷമം പിടിച്ചൊരു വൊമിറ്റിംഗ് സെൻസേഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസരത്തിന് വേണ്ടിയിട്ട് ലാബിൽ ചെന്നു, ഹോസ്പിറ്റലിൽ ചെന്നു. ഈ ടെസ്റ്റിന് വേണ്ടി നിൽക്കുമ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും ഇത് സമ്മതിക്കില്ല. പക്ഷേ ഇവൻ്റെ രോഗം കണ്ടുപിടിച്ചേ പറ്റുള്ളൂ, അതിനെന്താ വഴി? അപ്പം അവൻ പറഞ്ഞു, ഉസ്താദ് ഒരു കാര്യം ചെയ്യും, ഉസ്താദ് ചെയ്യുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഞാനും ചെയ്യാം. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഉസ്താദ് അയാൾക്ക് രോഗമൊന്നുമില്ലല്ലോ. അങ്ങനെ ഉസ്താദ് പറഞ്ഞു ശരി, അവന് വേണ്ടി സമ്മതിച്ചു. അല്ലെങ്കിൽ ഇത് അറിയാൻ പറ്റില്ല. അവരെ സംബന്ധിച്ചു ഇവന് രോഗമുണ്ടോ എന്ന് അറിയണം, കൺഫേം ആണ് കേട്ടോ, സംശയം തീർത്താൽ മാത്രം മതി. അപ്പം ഈ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഉസ്താദും ഇയാളും കൂടെ നിന്നു കൊടുത്തു. ഉസ്താദ് പറഞ്ഞത് ഇത്രയും ടെൻഷൻ ഉണ്ടാക്കിയ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല, മറ്റൊരാൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്, അത് നല്ലൊരു പുരോഹിതൻ കൂടിയാണ്, അതുകൊണ്ട് അദ്ദേഹം അത് ചെയ്തു. റിസൾട്ട് വന്നു, ആ പയ്യന് ക്യാൻസർ ഇല്ല എന്ന് റിസൾട്ട് വന്നു. പക്ഷേ ഉസ്താദിന്റെ പരിശോധനയിൽ ഉസ്താദിന് അന്നനാള ക്യാൻസറിന്റെ തുടക്കമായി. തുടക്കമായത് കൊണ്ട് അത് ട്രീറ്റ്മെന്റ് എന്താ മനസ്സിലാക്കേണ്ടത്? ആ അവസരം, ഒരു പുതിയ കാര്യം പുറത്തു വരാൻ, പുതിയൊരു കാര്യം പഠിക്കാൻ, പുതിയൊരു കാര്യം വെളിവാകാനുള്ള അവസരമായി മാറും. പലപ്പോഴും അല്ലെങ്കിലും ആ അവസരമായി മാറി, മറ്റേയാൾ അതിനുള്ള അവസരം ഒരുക്കി എന്നുള്ളതാണ് എല്ലാവരും കാരണക്കാർ. അപ്പൊ നിഗൂഢമായി ദൈവത്തിന് ഒരു നിഗൂഢ പദ്ധതി ഉണ്ടെന്ന് പറയുന്നതാ. ഏത് മതവിശ്വാസിയായാലും ദൈവത്തിന് ഒരു നിഗൂഢ പദ്ധതി ഈ വിഷയത്തിൽ ഉണ്ടെന്ന് പറയാം. നിഗൂഢം എന്ന് പറഞ്ഞാൽ എന്താ? മറഞ്ഞിരിക്കുന്നത്, നമുക്ക് അറിഞ്ഞുകൂടാ. ഈ നിമിഷം ഇങ്ങനെയാണെങ്കിൽ നാളെ എന്താണ് സംഭവിക്കുന്നത്, നാളെ എന്താണ് ദൈവത്തിന്റെ പദ്ധതി എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതൊക്കെ നമുക്ക് പുതിയൊരു കാര്യം പഠിക്കാനുള്ള അവസരം. അതാണ് എല്ലാം അവസാനിച്ചു എന്ന് കഴിയുന്നിടത്ത്, എല്ലാം തീർന്നു കഴിയുന്നിടത്ത് പുതിയൊരു കാര്യം ഉണ്ടാവുന്നു എന്ന് പറയുക. ഓ, അത് കഴിഞ്ഞൊരു ആശ്വാസമുണ്ട്. ഇത് ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ അതാണ് പ്രതിസന്ധിയെ അവസരമാക്കി മാറ്റാൻ ഇതേപോലെ മറ്റുള്ളവരെ സഹായിക്കുക. അവനവനെ മാത്രമല്ല മറ്റുള്ളവരെ സഹായിക്കുക. 94ാമത്തെ മാനിപ്പുലേഷൻ ടെക്നിക്സ് ആണ് ആങ്കറിങ് എന്നത്. ആങ്കറിങ് കേട്ടിട്ടുണ്ടാവും, സാധാരണ ആളുകളൊക്കെ ധാരാളമായി കേട്ടിട്ടുള്ള ഒന്നാണ്. ഞാനിത് പറയുമ്പോൾ പ്രേക്ഷകർക്ക് ഈ ആങ്കറിങ് പോലുള്ള ടെക്നിക്കുകളൊക്കെ ഓർത്തിരുന്നിട്ട് അവർ ഇത് പഠിക്കാനുള്ള ശ്രമം നടത്തണം. നിങ്ങൾ സെർച്ച് ചെയ്യണം കേട്ടോ. ധാരാളം ആങ്കറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം വീഡിയോകളൊക്കെ നമുക്ക് ലഭ്യമാണ്. ഞാൻ പറയുന്നത് അവസാന വാക്കായിട്ട് ആരും എടുക്കരുത്, അത് പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുക. ഈ പ്രത്യേകമായിട്ട് ആങ്കറിങ്ങിന് എന്ന വാക്കുകളൊക്കെ പ്രത്യേകമായിട്ട് ഉപയോഗിക്കാം. അവസ്ഥകളുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാം. എങ്ങനെയാണ്? ഒരു പ്രത്യേക വികാരവുമായി ബന്ധമുള്ള വാക്കുകൾ ആവർത്തിച്ച് ഉപയോഗിക്കാം. അത് ആ വികാരം അവരുടെ മനസ്സിൽ ഉറപ്പിക്കാൻ സഹായിക്കും. ഉദാഹരണത്തിന്, ഒരു കാര്യം തുടങ്ങിയാൽ അത് തീർച്ചയായും വിജയിച്ചു തീരുമെന്ന് നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മൾ പറയാം ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളത് സക്സസ് ആവും. ആ അവസ്ഥയിലേക്ക് അയാളെ റിപ്പീറ്റ് ചെയ്തിട്ട് അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് അതിലേക്ക് എത്തിക്കാനുള്ള ഇതാണ് ആങ്കറിങ് കൊണ്ടുള്ള പ്രത്യേക തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കുക. ആ അവസ്ഥയുമായിട്ട് അതിനെ ബന്ധിപ്പിക്കുക എന്ന് പറയുന്നതാണ് ആങ്കറിങ് എന്ന് പറയുന്നത്. ഈ രീതിയിൽ നിങ്ങൾക്കതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നാണ്. 95ാമത്തെ മാനിപ്പുലേഷൻ ടെക്നിക്ക് ഫുട്ട് ഇൻ ദ ഡോർ. ഫുട്ട് ഇൻ ദ ഡോർ തന്ത്രമാണ്. എന്താണ്? ആദ്യം ഒരു ചെറിയ സഹായം, ഒരു ചെറിയ സഹായം. അവർ അത് ചെയ്യുമ്പോൾ, ഒരു കാര്യം ചെയ്തു കഴിയുമ്പോൾ പിന്നെ ഒരു ഒരു കുറച്ചുകൂടെ ഒരു വലിയ സഹായം ചോദിക്കാം. ആദ്യം അങ്ങനെ ചില ആൾക്കാർ പൈസ വന്നത് ചോദിക്കുന്നത് ആദ്യം ഒരു ചെറിയ എമൗണ്ട് കൊടുത്തു, അത് കഴിഞ്ഞിട്ട് പിന്നെ ആ പൈസ തിരിച്ചുകൊണ്ട് കൊടുക്കും, അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ഒരു വലിയ സഹായം ചോദിക്കും. ഇങ്ങനെ അതിൻ്റെ ദുരുപയോഗം ചെയ്യുന്നത് അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ചെറിയ സഹായം ചോദിക്കുക, അവരത് ചെയ്തു കഴിയുമ്പോൾ കുറച്ചുകൂടെ വലിയൊരു സഹായം ചോദിക്കുക. ചെറിയൊരു കാര്യം ചെയ്യാൻ സമ്മതിക്കുമ്പോൾ വലിയ കാര്യങ്ങൾ ചെയ്യാൻ എളുപ്പമാകും. അതാണ് അതിൻ്റെ സംഗതി. അതിൻ്റെ ഗുട്ടൻസ് അതാണ്. അപ്പോൾ അതാണ് ഫുട്ട് ഇൻ ദ ഡോർ എന്ന് പറയുന്നത്. ചെറിയ കാര്യങ്ങളിലൂടെ വലിയ കാര്യങ്ങൾ ചെയ്യാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന തന്ത്രമാണ് ഇത്. അപ്പോൾ ആദ്യം ഒരുമിച്ച് വലിയ എഴുത്താ പൊന്നാത്ത വലിയൊരു കാര്യം തലയിൽ ചോദ്യം കൊടുക്കരുത്. ചെറിയ കാര്യങ്ങൾ, ഞാൻ ആകെ പെട്ടുപോയി എന്നൊക്കെ ചിലർ പറയും. കുറച്ച് പതുക്കെ പഠിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്നാണ്. 96ാമത്തെ മാനിപ്പുലേഷൻ ടെക്നിക്സ് അവർ കണ്ടതും കേട്ടതുമായ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങുക. നിങ്ങൾക്കറിയാവുന്ന സാഹചര്യങ്ങൾ, നിങ്ങൾ മനസ്സിലാക്കിയ സാഹചര്യങ്ങൾ, കേട്ടത്, കണ്ടത്, അത്തരം സാഹചര്യത്തിൽ നിന്ന് തുടങ്ങുക. ഞാനിപ്പം എപ്പോഴും പറയാനുള്ള സാധനമുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ എന്ന് ചോദിക്കുന്നതിന് പകരം ഇന്ന് ഐശ്വര്യ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരുന്നു രാവിലെ? കഴിച്ചോ? ഇല്ല. അപ്പൊ പിന്നെ ഇന്നലെ കഴിച്ചോ? ഇന്നലെ ബ്രേക്ക്ഫാസ്റ്റ് തിക്രിയായിരുന്നു കഴിച്ചത്? എന്താ കഴിച്ചത്? തിക്രി കഴിച്ചിട്ടില്ല? തിക്രി കഴിച്ചിട്ടേ ഇല്ലേ? ഇല്ല. കണ്ടോ? അപ്പൊ ഇപ്പൊ എന്താ വന്നത്? തിക്രി എന്ന് പറഞ്ഞ സാധനം ഓർമ്മയിൽ വരുന്നില്ലല്ലോ. ഇല്ല. ഇമേജ് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. കണ്ടിട്ട് കേട്ടിട്ടും. അപ്പൊ നിങ്ങൾ കണ്ടതും അതിൽ തിക്രി എന്ന് പറഞ്ഞ സാധനം ഇല്ല, അങ്ങനെയൊന്നുമില്ല. അപ്പം ആളുകളെ ഇപ്പം മൈൻഡ് ബ്ലിങ്കസ് ചെയ്യാനായി.
കോൺവെർസേഷണൽ ഹിപ്നോസിസിൽ ഉപയോഗിക്കുന്ന തന്ത്രമാണ്. ഈ സമയത്ത് ഇങ്ങനെ ചോദിക്കും ഇത്തരത്തിലുള്ള വാക്കുകൾ എന്ത് ചോദിക്കാം. നമുക്ക് പരിചയമില്ലാത്ത വാക്കുകൾ ചോദിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് ബ്ലിങ്കേഴ്സ് എന്നായി പോകുമ്പോൾ ഐശ്വര്യ നല്ലൊരു ചിക്കൻ ഫ്രൈ എനിക്ക് വാങ്ങിച്ചു തരണേ എന്ന് പറഞ്ഞ് ഐശ്വര്യ അത് അഡ്മിറ്റ് ചെയ്യും. ആ കാര്യം ചെയ്ത് മൈൻഡിൽ പോയി. അപ്പോൾ റോബിൻ സാർ ഇത് ചോദിച്ചല്ലോ. അപ്പോൾ എനിക്ക് ചിക്കൻ വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞല്ലോ. എന്നാൽ പിന്നെ ഒരു ചിക്കൻ വാങ്ങിച്ചു കൊടുത്തേക്കാം. മറ്റത് അതിനു മുമ്പ് വേണ്ടാതെ തീരുമാനിച്ച ആളാണ്. ജുബിൻ അത് വേണ്ടാതെ തീരുമാനിച്ചതാണ്. പക്ഷേ നിങ്ങളുടെ മൈൻഡിലേക്ക് ഞാനത് ട്രേസ് ചെയ്ത് ഇട്ട് കൊടുത്തു. നിങ്ങളുടെ മൈൻഡിന്റെ പ്രതിരോധത്തിൽ നിന്ന് ഞാൻ ഒരു സെക്കൻഡ് ഞാൻ മാറ്റിക്കളഞ്ഞു. ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്ത് അങ്ങ് ടക്കെന്ന് ഇട്ട് കൊടുത്തു. ഈ ഫുഡ് വ്ളോഗ് കാണുമ്പോൾ ഭക്ഷണം കഴിക്കാൻ തോന്നുന്ന പോലെ ചില വീഡിയോസ് കാണുമ്പോൾ ബിരിയാണി ഉണ്ടാക്കുന്ന കാണുമ്പോൾ ഒരു ബിരിയാണി കഴിച്ചാലും ഒരു മൈൻഡ് അതിലേക്ക് അലൈൻ ചെയ്യപ്പെടില്ല. അപ്പോൾ അതുപോലെ നമ്മൾ കണ്ടതും കേട്ടതുമായ കാര്യങ്ങളുമായിട്ട് തുടങ്ങുക. കാണാത്ത കാര്യങ്ങൾ ഒരിക്കലും ആളുകളോട് പറഞ്ഞാൽ അഡ്മിറ്റ് ചെയ്യില്ല. നിങ്ങൾക്ക് പരിചയമില്ലാത്ത കാര്യങ്ങൾ ഞാൻ വന്ന് പറഞ്ഞിട്ട് ഇതാണ് അതാണ് ഇത് കണ്ടിട്ടുണ്ടോ ഇത് കേട്ടിട്ടുണ്ടോ ഇത് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എന്ന് തന്നെ പറഞ്ഞിട്ടില്ല. അത് പരിചയമുള്ള കാര്യങ്ങളാണെങ്കിൽ വളരെ പെട്ടെന്ന് മനസ്സിലാവുകയും അഡ്മിറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഒരു നിർദ്ദേശം നൽകുമ്പോൾ അവർ മുമ്പ് കണ്ടതോ കേട്ടതോ ആയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങുക. അങ്ങനെ കണ്ടുപിടിച്ച് തുടങ്ങുക. അത് നമുക്കറിയാവുന്ന കാര്യങ്ങൾക്ക് പകരം അവർക്ക് പരിചയമുള്ള കേട്ടിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ജുബിനും അന്ന് സംസാരിച്ചൊരു കാര്യം ജുബിന് ഓർമ്മയില്ലേ? ആ ഉണ്ട്. ആ ആ അതുപോലൊരു സംഭവം ഞാൻ ഇന്ന് കേട്ടു. അങ്ങനെ ആരംഭിക്കാം. അത്തരത്തിൽ അറിവുള്ള കാര്യം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തുടങ്ങി. അപ്പം ഒരു സംഭാഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ അത് വളരെ എളുപ്പമായിരിക്കും. കാരണം നിങ്ങൾ അതോട് കൂടി അലൈൻ ചെയ്യും. ഇത് നിങ്ങളുടെ ആശയം അവർക്ക് കൂടുതൽ പരിചിതമാണെന്ന് തോന്നുന്നു. ഇത് കുറച്ചുകൂടെ പരിചയം നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് ഇയാൾ പറയുന്നത്. നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇയാൾ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇയാൾ പറയുന്നത് നമുക്ക് തോന്നും. കാണാത്ത കാര്യങ്ങളെക്കാൾ കൂടുതൽ കണ്ട കാര്യങ്ങൾ പറയാനും ഫലിപ്പിക്കാനും വളരെ എളുപ്പമാകുന്നു എന്നാണ്. 97ാമത്തെ മാനിപ്പുലേഷൻ ടെക്നിക്സ് എന്താ? അവരെ സംശയത്തോടെ നോക്കുന്ന ലോകം അതിനെ തിരിച്ചറിയാൻ സഹായിക്കും. ഒരാളെ സംശയത്തോടെ ലോകം നോക്കുന്നു എന്നതിനെ തിരിച്ചറിയാൻ സഹായിക്കുക. ലോകം നിന്റെ കഴിവിൽ സംശയിക്കും. അവരോട് പറയാം നമ്മൾ. ഒരുപക്ഷെ നീ ഇത് ചെയ്യുമ്പോൾ ലോകം നിന്റെ കഴിവിൽ സംശയിച്ചേക്കാം. പക്ഷെ നീ അത് തെളിയിക്കാം. നിനക്കിത് പറ്റുമെന്ന് നീ തെളിയിക്കണം. കോൺഫിഡൻസ് ബൂസ്റ്റാണ് അതാണ്. അപ്പോൾ ഈ സംശയം എവിടെയാണ് കിടക്കുന്നത്? അവൻ്റെ ഉള്ളിൽ ഈ സംശയം കിടപ്പുണ്ട്. എന്നെ കൊണ്ട് ശരിയാവോ എന്ന് സംശയമുണ്ട്. അതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യുക. നമ്മൾ അഡ്രസ്സ് ചെയ്ത് നമ്മൾ ചോദിക്കുന്നത് എന്താ? ലോകം നിന്റെ കഴിവിൽ സംശയിക്കുന്നത് എനിക്കറിയാം. നിന്റെ ഉള്ളിലുള്ള സംശയമുണ്ട്. ലോകം നിന്നെ സംശയിക്കുന്നു നീ വിചാരിക്കുന്നുണ്ട്. പക്ഷേ നീ അത് തെളിയിക്കണം ലോകത്തിന് മുന്നിൽ. നീ ആകൂട്ടിയാണ് തെളിയിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഇത് ആവേശത്തിൽ കേട്ടിട്ട് പോകും. കണ്ടിട്ടില്ല മ്യൂസിക്കൊക്കെ അപ്പം പദ്ധതി ഒരു ഹോക്കം കൂടെ പോകും അല്ലേ? ഇതിന്റെ രൂപങ്ങളാണ് എല്ലാം. ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ഇതിന്റെ വ്യത്യസ്തമായ സംവിധാനങ്ങളും രൂപങ്ങളുമാണ് നമ്മുടെ ലൈഫിൽ എടുത്തോളാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സംശയത്തോടെ ഇപ്പൊ റോബിൻ ശർമ്മ എന്ന വിശ്രുതനായ പ്രചോദനാത്മക പ്രഘോഷകൻ പറയും, നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയില്ല എന്ന് ലോകൻ പറയുന്നതാണ് ഏറ്റവും വലിയ കള്ളം. മാത്രം ഏറ്റവും വലിയ കള്ളം എന്ന് പറയുന്നത് നിനക്കിത് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല, നിനക്ക് അവരുടെ പണിയും കിട്ടേ എന്ന് ചോദിക്കുന്നില്ല. അതാണ് അത്ര ഏറ്റവും വലിയ കള്ളം. നമുക്കറിയാം നിനക്കിത് പറ്റും. നിന്റെ കഴിവിൽ നീ സംശയിച്ച് നിൽക്കരുതെന്നാണ്. നിനക്കത് പറ്റും, നീ അത് തെളിയിക്കണം എന്നാണ്. ഇത് അവരെ തിരിച്ചറിയാൻ സഹായിക്കുകയാണ്. അത് വെല്ലുവിളിയായി അത് ഏറ്റെടുക്കാൻ അവരെ പ്രേരിപ്പിക്കും. എത്ര സന്ദർഭങ്ങൾ വെല്ലുവിളിയായിട്ട് അവർ ഏറ്റെടുക്കും. 98ാമത്തെ മാനിപ്പുലേഷൻ ടെക്നിക്സ് അവർക്കുള്ള കൃത്യമായ പങ്ക്, മറ്റൊരാളുടെ പങ്ക് ഒരു വിഷയത്തിൽ അത് നിർവചിക്കുക. ഒരു കാര്യത്തിൽ അവരുടെ പങ്ക് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി കൊടുക്കണം. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യത്തിന് വ്യക്തമായി മറുപടി നൽകിക്കൊണ്ട് നിന്റെ ജോലി ഇതാണ്, നീ ചെയ്യേണ്ടത് ഇതാണ്, ഇന്ന കാര്യങ്ങളാണ് നീ ചെയ്യേണ്ടതെന്ന് വ്യക്തതയോടെ പങ്ക് മനസ്സിലാക്കി കൊടുക്കുക. ഇവിടെ നിന്റെ ഈ കുടുംബത്തിലെ ഈ വിഷയത്തിൽ നീ ഇന്നതാണ് നീ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. നീ വിദേശത്ത് പോയി ജോലി ചെയ്താൽ നീ അവിടെ നിന്ന് ശമ്പളം കിട്ടുന്ന പണത്തിൽ നിന്നും ഇത്ര രൂപ പണമായി അയച്ചു കഴിഞ്ഞാൽ ഇന്ന പ്രശ്നം പരിഹരിക്കാനാണ് നീ അത് അയക്കേണ്ടത്. ഇതാണ് നിന്റെ പങ്ക്. നീ ഈ കാര്യത്തിൽ അവളുടെ കൂടെ അവന്റെ കൂടെ നിൽക്കേണ്ടതിന്റെ കാരണം എന്ന് പറയുന്നത് അവൾക്ക് അല്ലെങ്കിൽ അവന് ധാർമ്മികമായൊരു സപ്പോർട്ട് ആവശ്യമുണ്ട്. നിന്റെ പങ്ക് ഇതാണ്. പങ്ക് നിന്റെ പാർട്ട് എന്താണെന്ന് കൃത്യമായി അവർക്ക് നിർവചിച്ചു നൽകണം. കൃത്യമായിരിക്കണം. അങ്ങനെ അവരുടെ അപ്പോൾ അതിന് ഗൗരവം ഉണ്ടാകും. അവർക്കത് ക്ലിയർ ആയിരിക്കും. ഞാൻ ചെയ്യേണ്ടത് ഇതാണ് എന്നാണ്. ഈ ABC മലയാളം എന്ന എന്റർടൈൻമെന്റ് ചാനലിലെ ഓരോ ജോലി ആങ്കർ ചെയ്യുന്ന നിങ്ങളെ ജോലികൾ മറ്റ് ജൂബിലിന് ചാർജ് ഉള്ള ഒരാളാണെങ്കിൽ ഗോകുലിൽ ഇവിടെ അതിന് കൺസോൾ ഇരിക്കുന്ന ആളാണെങ്കിൽ പങ്ക് എന്താണ് അവരുടെ പങ്ക് എന്ന് അവർക്ക് കൃത്യമായിട്ട് ക്ലാരിറ്റിയില്ലെങ്കിൽ അവർക്കത് ചെയ്യാൻ കഴിയും. അങ്ങനെ നൽകിയിരിക്കണം എന്നാ വ്യക്തത വേണം. വ്യക്തമായിരിക്കണം മറുപടികൾ. 99ാമത്തെ മാനിപ്പുലേഷൻ ടെക്നിക്സ് അവരുടെ മുൻ വിജയങ്ങൾ ഓർമ്മിപ്പിക്കുക. മുമ്പ് അവർ നേടിയ ചെറിയ ചെറിയ വിജയങ്ങൾ ഓർമ്മിപ്പിക്കുന്നത്
പുതിയൊരു കാര്യത്തിനായി ശ്രമിക്കാൻ കൂടുതൽ പ്രോത്സാഹനം നൽകും. ഉദാഹരണം, കഴിഞ്ഞ തവണ നീ ആ പ്രശ്നം എത്ര നന്നായിട്ടാണ് കൈകാര്യം ചെയ്തത്. നിനക്ക് പറ്റില്ല നീ തോന്നുന്നുണ്ടോ? നീ ഓക്കെ, അത് അന്ന് വളരെ ഭംഗിയായിട്ട് നീ എന്താ ചെയ്തില്ലേ? നീ അതിന് പറഞ്ഞ മറുപടി എന്തായിരുന്നു? ആ അടിപൊളി മറുപടി അല്ലായിരുന്നോ? ഇതപ്പം നിനക്ക് ചെയ്യാൻ പറ്റില്ലെന്ന കാര്യം പറയുന്ന, ഇതും നിനക്ക് ചെയ്യാൻ പറ്റും. അത് ചെയ്യാമെങ്കിൽ നിനക്ക് ഇതും ചെയ്യാൻ പറ്റും. നിനക്ക് ഇവിടെ ഈ കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും, നിനക്ക് ഇതും നേടിയെടുക്കാൻ പറ്റും. അത് പറ്റുമെങ്കിൽ ഇതും പറ്റും. ആ ഉദാഹരണം ചെറുത്, ഈ ഉദാഹരണം വലുത്. അതെങ്കിൽ ഇതും പറ്റും. അപ്പോൾ കോൺഫിഡൻസ് കൂട്ടുമെന്ന്. ഇനി 100ാമത്തെ മാനിപ്പുലേഷൻ ടെക്നിക്സ് 100. 100-ലെത്തി നമ്മളല്ലേ? 100 നിങ്ങളുടെ വാക്ക് സ്നേഹത്തിൽ നിന്നാണെന്ന് അറിയിക്കുക. കേട്ടോ, എല്ലാറ്റിനും ഉപരിയായിട്ട് അതാണ് ഒന്ന് കയറി നിൽക്കുന്നത്. നിങ്ങളുടെ വാക്ക് സ്നേഹത്തിൽ നിന്നാണെന്ന് അറിയിക്കണം. അല്ലാണ്ട് ഇത് തന്ത്രവും മന്ത്രവും കുതന്ത്രവും ഒന്നുമല്ല. സ്നേഹമാണ് സൂചിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. പറയുന്നതല്ല, സ്നേഹത്തിൽ നിന്നായിരിക്കണം എന്ന് പറയുന്നത്. നിങ്ങളുടെ നിർദ്ദേശങ്ങളും സഹായങ്ങളും സ്നേഹത്തിലും ബഹുമാനത്തിലും നിന്ന് വരുന്നതാണെന്ന് വ്യക്തമാക്കുക. മറ്റുള്ളവരോടുള്ള ബഹുമാനത്തിൽ നിന്നാണ്. എല്ലാ സഹായങ്ങളും സ്നേഹത്തിൽ നിന്നാണ് വരുന്നത്. പിന്നെ സ്നേഹമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന, സഹായമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന, ഇതൊന്നും ചേട്ടാ ഈ കാലത്ത് നടക്കില്ല എന്നാണെങ്കിൽ ഇത് തന്നെയാണ് വലുത്. ഈ സ്നേഹം തന്നെയാണ് വലുത്. അങ്ങനെ പറയുന്നവരുണ്ടാവാം. അവർക്ക് ആ സ്നേഹരാഹിത്യം കൊണ്ടാണ് അങ്ങനെ അത് അനുഭവിക്കാത്തതുകൊണ്ടാണ്. സ്നേഹമാണ് ഏറ്റവും വലിയ. സ്നേഹമാണ് അഖില സാരമൊഴി എന്ന കവിവാക്യം ഓർമ്മിക്കുക. വെറുതെ പറഞ്ഞാലത് അതിന് വലിയ വിലയുണ്ട് എന്നാണ്. ഇത് കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ പലരും മറ്റു പല വഴിക്കും പോകുന്നത്. തീർച്ചയായിട്ടും അതെ, സ്നേഹം തേടി പോകുന്നത്. ഇപ്പൊ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ പിന്നെ ബന്ധങ്ങളിൽ പോയി ചാടുന്നത് എന്തുകൊണ്ടാ? സ്നേഹരാഹിത്യം കൊണ്ടാ. അവർക്ക് സ്നേഹം കുടുംബത്തിൽ കൊടുത്തില്ലെങ്കിൽ, പിന്നെ പേരൻസ് കൊടുത്തില്ലെങ്കിൽ അവർ കിട്ടുന്നിടത്ത് പോകുന്നേ. അത്രയേ ഉള്ളൂ. അപ്പം സ്നേഹമാണ് എല്ലാ വാക്കിനേക്കാളും ഉപരിയായിട്ട് മുകളിൽ നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറുക എന്ന് എടുത്തു പറയുകയാണ് ഡേവിഡ്. 101ാമത്തെ മാനിപ്പുലേഷൻ, അവസാനത്തെ 101. ഇത് അവസാനിക്കുന്നൊന്നുമില്ല കേട്ടോ. ഇത് ഇവിടെ അവസാനിക്കണം, ഈ പുസ്തകം അവസാനിക്കുന്നു. പക്ഷേ ഇത്തരം കാര്യങ്ങൾ അവസാനിക്കുന്നില്ല, അനന്തമാണ്. എല്ലാം പഠിച്ചിട്ടും ഓരോ വ്യക്തിയെയും ആദരിക്കുക. ഈ തന്ത്രങ്ങളെല്ലാം പഠിച്ചാൽ എല്ലാം സ്വാധീനത്തിൻ്റെയും അടിസ്ഥാനം, ഇതൊക്കെ പഠിച്ചാൽ ഇതിൻ്റെ എല്ലാത്തിനും അടിസ്ഥാനം ആത്മാർത്ഥതയും മനുഷ്യരുമായുള്ള ബന്ധവുമാണ്. മറ്റുള്ളവരെ വിലമതിക്കുന്നവരാക്കുന്നതാണ്. മറ്റുള്ളവരെ നമ്മൾ വിലമതിക്കുന്നവരാവണം. അയാൾക്ക് വില കൊടുക്കുന്നവരാവണം. റെസ്പെക്ട് കൊടുത്ത് അവരെ ഒരു ഉപാധിയായി ഉപയോഗിക്കാതെ, അവരെ ഒരു മാർഗമായി, ഉപകരണമായി മാത്രം ഉപയോഗിക്കാതെ, ഈ 101 തന്ത്രങ്ങളെ ആളുകളെ സത്യസന്ധമായും ഫലപ്രദമായും സ്വാധീനിക്കാൻ സഹായിക്കുന്ന വഴികളായി ഉപയോഗിക്കുക എന്നാണ്. ഇത് നമ്മുടെ നന്മയ്ക്ക്, മറ്റുള്ളവരുടെ നന്മയ്ക്കായി ഉപയോഗിക്കുമ്പോൾ അത് നിങ്ങളുടെ വ്യക്തിബന്ധങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്തിയെടുക്കുന്നതാണ്. ഇതെല്ലാറ്റിനും ഉപരിയായിട്ട് ഇത് മാത്രമാണ്. പരസ്പരമുള്ള വ്യക്തിബന്ധങ്ങളെ വളർത്താനാണ് ഇത് സഹായിക്കുക. ആ ബന്ധങ്ങളുടെ വളർച്ചയിലൂടെ ഡേവിഡ് ക്ലിഫ് മൂർ പറയുന്നത്, മാനിപ്പുലേഷൻ ടെക്നിക്സിലൂടെ പറയുന്നത്, നമുക്ക് വ്യക്തിബന്ധങ്ങൾ വളർത്തിക്കൊണ്ട്, മനുഷ്യബന്ധങ്ങൾ വളർത്തിക്കൊണ്ട്, സ്നേഹബന്ധത്തിലൂടെ റിലേഷൻഷിപ്പുകൾ വളർത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിന് ശരിക്കും പറഞ്ഞാൽ 5 പില്ലറുകളുണ്ട്. ഒരു വീടിന് 4 പില്ലറല്ലേ ഉള്ളൂ. അപ്പം എങ്ങനെയാണ് 5 പില്ലർ വരിക? ഈ പില്ലർ ഏതൊക്കെയാണ്? ഈ പില്ലർ ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്ന, എൻ്റെ കമ്മ്യൂണിക്കേഷൻ മാസ്റ്റർ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട, അത് കമ്മ്യൂണിക്കേഷൻ മാത്രമല്ല, അത് മറ്റൊരു തരത്തിൽ പഠിപ്പിക്കുമ്പോൾ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, ജീവിതമാകുന്ന വീടിനെ താങ്ങി നിർത്തുന്ന പില്ലറുകളുണ്ട്. ഒരു പില്ലറിൻ്റെ പേര് സാമ്പത്തിക തൂണെന്നാണ്. സാമ്പത്തിക പില്ലർ, ഫിനാൻഷ്യൽ പില്ലറുണ്ട്, മെൻ്റൽ പില്ലറുണ്ട്, ഫിസിക്കൽ പില്ലറുണ്ട്. പിന്നെന്താണ് മറ്റേ പില്ലർ? സ്പിരിച്വൽ പില്ലറുണ്ട്, അല്ലേ? ഈ 4 തൂണുകളാണ് നിൽക്കുന്നത്. ഈ സ്പിരിച്വൽ പില്ലറിൻ്റെ നടുവിൽ കാണാതെ നിൽക്കുന്ന, സ്പിരിച്വാലിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല, പക്ഷെ കാണാതെ നിൽക്കുന്ന ഒരു പില്ലറുണ്ട്. ഞാൻ അതിനെ വിളിക്കുക റിലേഷൻഷിപ്പ് പില്ലർ എന്നാണ്. ബന്ധങ്ങളുടെ പില്ലർ, ബന്ധങ്ങളുടെ തൂൺ, ബന്ധത്തൂൺ എന്ന് വിളിക്കാം. അപ്പോൾ എവിടുന്ന് അത് തുടങ്ങേണ്ടത്? നിങ്ങൾക്കൊരാളോടൊരു ബന്ധം സ്ഥാപിച്ചെടുക്കണമെങ്കിൽ, നിങ്ങൾക്ക് വളരണമെങ്കിൽ, നിങ്ങൾക്ക് വലിയ ആളാവണമെങ്കിൽ, ഇതിന് ഏത് തൂണാണ് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത്? നിങ്ങൾക്ക് സമ്പത്തുണ്ടാക്കാം. ചില ആളുകൾ വിചാരിക്കുന്നു സാമ്പത്തിക തൂണാണ് വേണ്ടത്. സമ്പത്തില്ലെങ്കിൽ, എൻ്റെ മുന്നേ കേട്ട, സമ്പത്തില്ലെങ്കിൽ എല്ലാം പോക്കാണ്, ഒരാളും നമ്മളെ മൈൻഡ് ചെയ്യില്ല. അങ്ങനെ വിചാരിക്കുന്നവരോടൊരു മറുപടിയുണ്ട്. ഓക്കെ, സമ്പത്തിൻ്റെ തൂണ് വെച്ചാൽ എന്താണ്? ഇത് മാത്രം. വീട് എവിടെയാണ് നിൽക്കുന്നത്? സമ്പത്തുണ്ട്, തള്ളവിരൽ പോലെ, പെരുവിരൽ പോലെ അതിന് മുകളിലാണ് നിൽക്കുന്നത്. ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളകിയാൽ മതി, താഴെ പോകും. സമ്പത്തുണ്ട്, ബലമുണ്ട്. അതേസമയം മെൻ്റൽ തൂണാണെങ്കിൽ മാനസിക ബലം നന്നായിട്ടുണ്ട്, അപ്പോഴും ഇത് താഴെ പോകും. അതേസമയത്ത് സ്പിരിച്വൽ തൂണുണ്ട്, നല്ല സ്പിരിച്വാലിറ്റിയാണ്, ദൈവത്തെ അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന നല്ല സ്പിരിച്വാലിറ്റി ഉണ്ട്. പക്ഷെ ഇതുകൊണ്ട് മാത്രം അപകടകരമായ സ്പിരിച്വാലിറ്റി മാത്രമാവുമ്പോൾ സമ്പത്തില്ല,
പക്ഷെ സമ്പത്തിനോട് മുഴുവൻ ദേഷ്യവും ഒക്കെ ആയിരിക്കും. അതേസമയത്ത് ചില ആൾക്കാർക്ക് ഇത് രണ്ടും കൂടെ വരും. സമ്പത്തും സ്പിരിച്വാലിറ്റിയും കൂടെ വരും. ഭയങ്കര കുഴപ്പമായിരിക്കും. ഒരു മനുഷ്യനെ സഹായിക്കുക പോലുമില്ല. സ്പിരിച്വാലിറ്റി ഉണ്ട്, സമ്പത്തും ഉണ്ട്. മാനസിക ബലം കുറവായിരിക്കും. അപ്പം ഇത് ശാരീരിക ക്ഷമതയില്ല. പണത്തിന് വേണ്ടി മാത്രം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും, വീടിൻ്റെ മുകളിൽ നിൽക്കും. പക്ഷേ ഈ താഴത്തെ ഈ ശാരീരിക തൂണ് ഉണ്ടാവുകയില്ല. ആരോഗ്യം കളയും. പണത്തിന് വേണ്ടി ഓടി ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ 4 തൂണും കൂടെ വരുമ്പോഴാണ് ഈ വീട് നിൽക്കുന്നതെങ്കിൽ നമുക്ക് ഈ 4 തൂണും നിർമ്മിക്കാനുള്ള ആ തൂണിൻ്റെ അജ്ഞാത തൂണിൻ്റെ പേരാണ് റിലേഷൻഷിപ്പ് തൂൺ. നിങ്ങൾ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളുടെ ബന്ധങ്ങൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതിലൂടെ, നിങ്ങൾ പരസ്പരം ബന്ധപ്പെടാൻ പഠിക്കുന്നതിലൂടെ പകരം പതിയെ നിങ്ങളുടെ മുകളിലുള്ള ആളുകളുടെ വിശ്വാസം വർദ്ധിക്കുകയും നിങ്ങളുടെ പബ്ലിക് കോണ്ടാക്റ്റുകൾ കൂടുകയും നിങ്ങളുടെ മുകളിൽ ആളുകൾ കൂടുതൽ ആളുകൾ അടുത്ത് വരികയും നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ നിങ്ങളുടെ മുകളിൽ നിക്ഷേപങ്ങൾ നടത്താൻ തയ്യാറാവുകയും ചെയ്യും. അവിടെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന നല്ല ബന്ധങ്ങളുള്ള ആളാണ്. പ്രിൻസിപ്പൽ സെൻറ്ററായിട്ട് ജീവിക്കുന്ന ആളാണ്. നിങ്ങളുടെ ധനപരമായ ഈ തൂണ് പതുക്കെ വികസിച്ച് വരും. അപ്പോൾ എന്താ സംഭവിക്കുക? പതുക്കെ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് ഉയരും, ഇല്ലേ? മെൻ്റൽ തൂൺ പൊങ്ങി വന്നു. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങളുടെ ഫിസിക്കൽ തൂൺ പതുക്കെ പൊങ്ങി വരും. അപ്പം 3 തൂണായി. സ്വാഭാവികമായിട്ട് ഈ 3 തൂണുള്ള ആൾക്ക് നിങ്ങളുടെ സ്പിരിച്വൽ തൂണും ഉറപ്പായിട്ട്. ഇങ്ങനത്തെ ആളുകളാണ് ലോകത്തിന് നന്മ ചെയ്യുന്നത്. അപ്പോഴും നമ്മുടെ നടുവിലുള്ള തൂൺ നമുക്ക് കാണാൻ കഴിയുന്നില്ല. ആ സ്പിരിച്വൽ തൂണിൻ്റെ ബലത്തിൽ നിങ്ങൾ അവസാന കാലത്തോളം, അടുത്ത തലമുറയോളം ആ ബന്ധങ്ങൾ സ്ഥാപിച്ച ഒരു മഹാനായ മനുഷ്യൻ എന്ന നിലയ്ക്ക് നിങ്ങൾ അടുത്ത തലമുറ ലെഗസി അർപ്പിച്ചുകൊണ്ട് അവശേഷിപ്പിച്ചുകൊണ്ട് നിങ്ങൾ കടന്നു പോകാം. ഇതാണ് പഠിക്കേണ്ടത്. അത്ര സിമ്പിളാണ് കാര്യം, പക്ഷെ സിമ്പിളല്ല. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് മാനിപ്പുലേഷൻ ടെക്നിക്കുകളും ഒരുപാട് ടെക്നിക്കുകൾ ഇനിയും പഠിക്കാനുണ്ട്. വീണ്ടും നമുക്കൊരിക്കൽ കൂടി ഇത്തരം ടെക്നിക്കുകളുമായിട്ട്, പുതിയ ടെക്നിക്കുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാമെന്ന് എല്ലാവരോടും പറയുകയാണ്. ഏതായാലും ഈ 101 ടെക്നിക്കുകൾ കേട്ട് അഭിപ്രായങ്ങൾ പറഞ്ഞാൽ, അത് നല്ലതും ചീത്തയുമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞാൽ, ചീത്ത അഭിപ്രായങ്ങൾ എന്ന് പറഞ്ഞത് ചീത്തവിളിയല്ല ഞാൻ ഉദ്ദേശിച്ചത്, നിർദ്ദേശങ്ങൾ തന്ന. അപ്പം നമ്മൾ തന്നെ ഇത്തരം കാര്യങ്ങൾ പഠിക്കുക, നമ്മളെ നവീകരിക്കാനായി ഒരു സപ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അനുകൂലമായും പ്രതികൂലമായിട്ടൊക്കെ കൂടെ നിന്ന മുഴുവൻ ആളുകളെയും, നമ്മുടെ പ്രതിസന്ധികളെയും നമ്മുടെ പ്രതിബന്ധങ്ങളെയും കുറവുകളെയൊക്കെ നമ്മൾ തിരിച്ചറിയാനൊക്കെ അവസരമായിട്ട് ഈ ടെക്നിക്കുകൾ പോലെ തന്നെ നമുക്ക് മനസ്സിലാകുന്ന അവസരം കൂടിയാണ് കിട്ടിയിരിക്കുന്നത്. എന്നാലും ABC, എനിക്കിങ്ങനെ ഒരു അവസരം ABCക്ക് പ്രത്യേകമായിട്ട് ഈ സമയത്ത് നന്ദി പറയുക. അതെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്തിരുന്നത് ഡേവിഡ് ക്ലിക്മോറിന്റെ 101 മാനിപ്പുലേഷൻ ടെക്നിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ പറ്റിയിട്ടാണ്. ദിസ് വീഡിയോ ഈസ് പവേർഡ് ബൈ മൈജി ഫ്യൂച്ചർ.